മമ്മി ചിക്കൻ കറി ഉണ്ടാക്കണം. ഇപ്പോഴോ? അതെന്താ ഇപ്പൊ ചിക്കൻ കറി കൂട്ടാൻ ഒരു ആഗ്രഹം? അതൊരു ആരഹവാ മമ്മി, നമ്മൾ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. എങ്ങനെയാന്ന് നിങ്ങൾക്കും പറഞ്ഞുതരാം. ഗായ്സ്, നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങളെല്ലാരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, എങ്കിലും ഞാൻ എൻ്റെ ഒരു ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇവ നന്നായി മൂപ്പിച്ചതിന് ശേഷം തൃപ്തിയുടെ ചിക്കൻ മസാലയാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ട് ഇളക്കി ഉപ്പും ചേർത്ത് ഒരു 1/2 മണിക്കൂറായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഒരു വലിയ ഒരു സവോള, ഒരു ചെറിയൊരു സവോള, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഒരുമാതിരി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഗൈസ്, എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. തുള്ളി ഉപ്പ് കൂടി ഇതിനകത്ത് ചേർക്കണം. കരിയാപ്പില ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ മാത്രമേ ഞാൻ കരിയാപ്പില ഇടാറുള്ളൂ. കാരണം അതിൻ്റെ ആ ടേസ്റ്റും മണം എല്ലാം നമ്മളിത് വഴറ്റുമ്പോൾ അങ്ങ് പോയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ നോക്ക്, ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത്രയും വഴണ്ടാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഞാൻ തൃപ്തിയുടെയാണ് എടുത്തേക്കുന്നത്, 1 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത് 1 സ്പൂണ്, 1 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഗരം മസാലയ്ക്കായിട്ട് ഇതാ ഈ കറുകപ്പട്ടയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇതാകുമ്പോൾ കുറച്ച് മതി. ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇതിലോട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊടി ഉള്ളിലോട്ട് കുറച്ച് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് മാത്രം ഇടുന്നതാണ്. കുറച്ച് മാത്രം അതുകൊണ്ട് എല്ലാം ഇട്ടിട്ടുള്ളൂ. നമ്മൾ അതിലോട്ടാണെങ്കിൽ ആവശ്യം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളവരാണ്. ഇത് ഒരുമാതിരി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. നമുക്കതിന് ശേഷം ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 3/4 മണിക്കൂറോളം ആയി കേട്ടോ ഇതെല്ലാം ചേർത്ത് നമ്മൾ വെച്ചിരിക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ സ്വന്തം പൊടിച്ചാണ് കേട്ടോ ചേർക്കാറുള്ളത്. അതിനായിട്ട് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, തക്കോലം, ബേലീഫ്, ഏലക്കായ എല്ലാം ചെറുതായി ചൂടാക്കി പൊടിച്ച് ചേർക്കും. പിന്നെ ഞാൻ കാണിച്ചെന്ന കറുവപ്പട്ടയാണ് കേട്ടോ ഞാൻ ചേർക്കാറുള്ളത്. നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്ന മസാലയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ അത് നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് ഒരു ശകലം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന കറുവപ്പട്ടയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് നമുക്ക് അങ്ങാടിപ്പെട്ടികളിലാണ് കിട്ടുക. കുറച്ച് വില കൂടുതലാണ്. നിങ്ങളെല്ലാവരും അത് വാങ്ങണം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത് ഈ കറിയിലേക്ക്. വെള്ളത്തിന് ആവശ്യത്തിനായിട്ട് തേങ്ങാപ്പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് തേങ്ങാപ്പാലായി കഴിഞ്ഞാൽ ഒരു മധുരമായിരിക്കുവേ. അത് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലോട്ട് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്താണ് കേട്ടോ കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ അതെല്ലാം വാടി അതിന്റെ മണമൊക്കെ പോകില്ലേ. ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ട്രിക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാരും ചെയ്യുന്നതായിരിക്കും. അയ്യോ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും കമന്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ലാസ്റ്റ് ട്രിക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ, എങ്ങനെയുണ്ടെന്ന് അറിയിക്കണേ. നമുക്ക് മല്ലിയില, പുതിനയില, കരിയാപ്പല ഇത്രയും സാധനം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് തവി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചും കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു കൂട്ടുകാരെ.
നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി എത്തും വരെ വെയിറ്റ് ആൻഡ് സീ.